ഈ രുചിയൂർന്ന വിഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടി. ചക്ക സീസണൊക്കെ കഴിയാറായിട്ടുള്ള ഈ സമയത്ത് ഇന്നത്തെ പരിപാടി ഈ ചക്ക വരട്ടി ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ചക്ക വേണമല്ലോ. ചക്കയൊക്കെ നമ്മൾ പുഴുങ്ങി ഓൾറെഡി തീരാറായിട്ടുണ്ട്. ഇനിയുള്ള ചക്ക അങ്ങ് മുകളിലുള്ളത് പ്ലാവിൻ്റെ. അപ്പോൾ നമുക്ക് കൊക്കയൊക്കെ കെട്ടിയിട്ട് ചക്ക പറിച്ചെടുക്കേണ്ടതുണ്ട്. പിള്ളേരൊക്കെ ചിരിക്കുന്നുണ്ട് ഞാൻ കൊക്ക കെട്ടുന്നത് കണ്ടിട്ട്. പക്ഷേ ഞാൻ കൊക്കയൊക്കെ കെട്ടി ഇതാ ചക്ക പറിക്കാൻ പോവുകയാണ് കേട്ടോ. ചക്ക അങ്ങനെ ലാസ്റ്റ് നമുക്ക് ചക്ക കിട്ടി ഗൈസ്. റോഡിലാണ് വീണത്. എന്നാലും ഞാൻ ആ ചക്ക എടുത്ത് നമുക്ക് വലിയ ചക്ക തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചക്ക എടുത്ത് കൊണ്ടുവന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പകുതി പഴുപ്പിക്കാനായിട്ട് വെക്കണം. എന്തായാലും 2 ദിവസം എടുക്കും ഇത് പഴുത്ത് വരാനായിട്ട്. നമുക്ക് കിട്ടിയത് നല്ല വരിക്ക ചക്കയാണ് കേട്ടോ. നല്ലോണം മൂത്തിട്ടുണ്ട്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം നമുക്ക് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചോളയൊക്കെ എടുത്ത് ഞാനിത് മിക്സിയിൽ അരച്ചത് ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. ഈ ജ്യൂസ് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ ശർക്കര പാനി വേണം. ഞാനൊരു 5 ആണി വെല്ലം എടുത്ത ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉരുളി അടുപ്പത്ത് വെച്ച് അതിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വറുത്ത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി എടുക്കുന്നത് കേട്ടോ. ഇത് ലാസ്റ്റാണ് ചേർക്കുന്നത്. ആ നെയ്യിലോട്ട് തന്നെ ഞാൻ ഈ ചക്കയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പരിപാടി കാര്യമായിട്ടുള്ളത് ഈ ഇളക്കി കൊടുക്കലാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി വെന്തതിന് ശേഷമാണ് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഇളക്കലാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള മെയിൻ പരിപാടി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒരു 100 ഗ്രാം നെയ്യ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടോ. 1 കപ്പ് ഈ ചക്കേൻ്റെ ജ്യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ പരിപാടി ഇതന്നെ, ഇളക്കി കൊടുക്കലാണ് കേട്ടോ. അപ്പം നമ്മളിത് ഇളക്കുന്ന സമയത്ത് നമ്മുടെ അങ്ങാടിക്കാരി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറന്നു പോകരുത് കേട്ടോ. അപ്പം ഞാൻ 2-3 തവണയായിട്ട് നമ്മുടെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തന്നെ ചെയ്യാം. ഇളക്കി കൊടുക്കലാണ് മെയിൻ പരിപാടി. നമ്മുടെ കൈയൊക്കെ കടയുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള ആൾക്കാർക്ക് കൈമാറിയിട്ട് അവരോട് കൂടി ഇളക്കാൻ പറയാം കേട്ടോ. അങ്ങനെ ഇളക്കി ഇതാ നമ്മുടെ ഇതിൻ്റെ തിക്നെസ് കൂടി വരുന്നുണ്ട്. അതിൻ്റെ കളറും കുറച്ച് ഡാർക്കായി വരുന്നുണ്ട് കേട്ടോ. വറ്റി വരുന്നുണ്ട്. ഏതാണ്ടായി പോയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക തന്നെ ചെയ്യാം. നമ്മൾ ഈ ലാസ്റ്റ് സമയമാകുന്ന സമയത്ത് ഇത് അടി പിടിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അടി പിടിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചട്ടുകം കൈമാറിയ സമയത്ത് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും വരികയല്ല. വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇതാ നമ്മുടെ ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടി റെഡി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഇതാ ഞാൻ ഈ നട്ട്സൊക്കെ കൂട്ടിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതാ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.